ആൾക്കാർ രാവിലെ 5 മണി തൊട്ടേ വരാൻ തുടങ്ങി. അതായത് വീട് വെച്ച് കൊടുക്കണം, മോളെ കല്യാണം, കാല് തളർന്നു പോയി, അങ്ങനെ ഇങ്ങനെ എല്ലാവരും. കാരണം ഇന്ന് രാവിലെ ഒരു അമ്മ വന്ന് ഗുരുവായൂരിൽ നിന്നാണ് വന്നത്. വന്നവിടെ ആ വീടും സ്ഥലമൊന്നുമില്ല, വണ്ടിക്കൂലി കൂടെ ഇല്ലാതെയാണ് വന്നത്. എന്തെങ്കിലും കയ്യിലൊരു 5 ലക്ഷം രൂപയെങ്കിലും തരാൻ പറ്റുമെന്ന്. അതായത് ഒരു 50 രൂപ ചോദിക്കുന്നതിനാണ് പെട്ടെന്ന് എൻ്റെ അടുത്ത് 5 ലക്ഷം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അമ്മ ക്യാഷ് കിട്ടിയിട്ടില്ല, അതിന് മേലെ അത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞവരെല്ലാവരും അവർ തന്നെയാണ് എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഞാൻ എല്ലായിടത്തും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന എമൗണ്ടിന് ടാക്സ് ഉണ്ട്. അതായത് അതിപ്പോൾ എത്രയെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം അടിച്ച ആൾക്ക് 1.5 കോടിയോ 3 കോടിയോ എന്തോ അടുപ്പിച്ചായെന്നൊക്കെ പറയുന്നു. എനിക്ക് എന്തായാലും നല്ല ബൾക്കൊരു എമൗണ്ട് വരും. അപ്പോൾ അത് അടച്ചതിന് ശേഷം എനിക്ക് എത്ര കിട്ടുമെന്ന് എനിക്കേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പൈസ ഇപ്പോൾ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദാന പിന്നാറ്റി പോകും. ആ സാർ അങ്ങനെ പറഞ്ഞു തന്നുകൊണ്ട് നമുക്കതറിയാം 2 വർഷം കഴിഞ്ഞ് ടാക്സ് വരുമെന്ന്. ഇല്ലായിരുന്നെങ്കിൽ ഞാനും എല്ലാവരെയും പോലെ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങിയേനെ. ഇതിപ്പോൾ അതറിയാമെന്നുള്ളതുകൊണ്ട് എനിക്കൊരു മുൻകരുതൽ എടുക്കാൻ പറ്റി. അപ്പം നോക്കി കണ്ട് ഞാൻ ക്യാഷ് എല്ലാം ചെയ്യുള്ളൂ. പിന്നെ അടിച്ചതിൽ വളരെ സന്തോഷമാണ് എനിക്ക്. ഓക്കെ, ഇപ്പോൾ 25 കോടി അടിച്ചെങ്കിൽ കൂടി ഏകദേശം ഒരു 12.5 കോടി അടുപ്പിച്ച് കിട്ടുമെന്നൊക്കെ കേൾക്കുന്നു. അനൂപിൻ്റെ ഒരു ധാരണ അനുസരിച്ച് മറ്റുള്ളവർ എത്രയാണ് പറയുന്നത്? അതിപ്പോൾ ലാസ്റ്റായിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 കോടി 75 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇപ്പം ബാങ്കിൽ നിന്ന് കാനറ ബാങ്ക് കൂടെയാണ് മാറിയത്. ഇപ്പോൾ അതിനുശേഷം വന്നിട്ടുള്ളത് 15 കോടി 40 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ടാക്സും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ അത് പറയുന്നത് വെച്ചാൽ 9 കോടി അടുപ്പിച്ച് വരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ് ഒരു ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ടാക്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ പല രീതിയിലും വരുന്നുണ്ട് ചർച്ചകൾ. അപ്പോൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ക്ലാസ് കഴിയുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഡീറ്റെയിൽസ് ഒക്കെ. ആദ്യം ബന്ധുക്കളെയൊക്കെ സഹായിക്കണം. അത് കഴിഞ്ഞിട്ട് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ധാരാളമുണ്ട്, അവരെയൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സഹായിക്കണം. പിന്നെ എനിക്കൊരു വീട് വയ്ക്കണം അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ ഒരു ഹോട്ടൽ തുടങ്ങണമെന്നുണ്ട്. നമ്മളിത് പോയാലും നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം. അങ്ങനെ എല്ലാം ചെയ്യണം. എല്ലാവർക്കും കൊടുക്കും, പക്ഷേ ആ രീതിയിലേ കൊടുക്കുള്ളൂ. ചാടിക്കയറി ഞാൻ ദാന പിന്നാറ്റ് അങ്ങനെ വാരി പറത്ത് അങ്ങനെയൊന്നും കാണിക്കില്ല. കൊടുക്കണവർക്ക് കൊടുക്കും, അത് ഉറപ്പായിട്ടും കൊടുക്കും. ഓക്കെ, മായ, ഈ ലോട്ടറി അടിച്ചപ്പോൾ അനൂപിൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ചേട്ടന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും അങ്ങനെ തന്നെയായിരുന്നു. നമുക്കാണ് അടിച്ചതെന്ന് ആദ്യം നമുക്ക് ഉറപ്പ് കൊടുക്കണമായിരുന്നു. നമ്മൾ ആദ്യം ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞു ഒറ്റ നമ്പറിന് പോയി മക്കളെ എന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് ഒറ്റ നമ്പറിന് അത് എപ്പോഴും പോകണമല്ലേ, സ്ഥിരമുള്ള തന്നെ 100 രൂപ ആയിരുന്നാൽ 500 രൂപ ഒറ്റ നമ്പറിന് അങ്ങനെ ഇല്ല. നമ്മൾ ഉറപ്പ് വരുത്തിയില്ലല്ലോ. അപ്പോഴത്തേക്കും ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചേട്ടാ നോക്കട്ടെ പറഞ്ഞ് വാങ്ങിച്ചു. നോക്കിയപ്പോൾ നമ്മളെ കയ്യിൽ അതേ നമ്പർ, സീരിയൽ നമ്പർ എല്ലാം അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ ഇല്ല പോയെന്ന് നോക്കാൻ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് വീണ്ടും വിശ്വാസം പറയല്ല, നീ പോണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ നോക്കാൻ അടിച്ച നമുക്ക് കേൾക്കാതെ ചേച്ചിയെ കൊണ്ട് വിളിച്ചു. ഡൗട്ടായതുകൊണ്ട് ചേട്ടൻ്റെ വലിയമ്മയുടെ മോളെ വിളിച്ചു. ചേച്ചി ഒരു കട നിർത്തിയാണ്, ഡോക്ടർ കട. അപ്പോൾ ചേച്ചി വിളിച്ചു ഈ നമ്പറിനാണ് അടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഈ നമ്പറിന്. അപ്പം ആ നമ്പർ എൻ്റെ ആണെന്ന് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞു നീ കള്ളത്തരം പറയാതെന്ന് പറഞ്ഞു. ചേട്ടൻ എങ്ങനെ പറഞ്ഞിട്ട് നീ എനിക്ക് വാട്സപ്പ് ചെയ്താൽ എൻ്റെ ലോട്ടറിയുടെ ഫോട്ടോ എടുത്താന്ന് പറഞ്ഞു. പിന്നെ ഫോട്ടോ ഇട്ടപ്പോഴാണ് ചേച്ചി പറഞ്ഞു അയ്യോ തന്നെ നിങ്ങൾ പറഞ്ഞാൽ അടിച്ചത്. ചേച്ചിക്ക് ഭയങ്കര സന്തോഷം, കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. ഈ ആദ്യം ലോട്ടറി അടിച്ചപ്പോഴേ പെട്ടെന്ന് എല്ലാവരോടും പറയാൻ തോന്നിയോ അതോ ഈ സർപ്രൈസായി വെക്കണം തോന്നിയത്, എന്താണ് ആദ്യം തോന്നിയത്? അല്ല, ആദ്യം ലോട്ടറി അടിച്ചപ്പോൾ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചേച്ചി വിളിച്ചത്. ചേച്ചി ലോട്ടറി കച്ചവടം ചെയ്യുന്നതാണ്.